ഇന്ന് SR ടൂൾസ് എന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയാണ് താങ്കൾ. വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ 34 വർഷങ്ങൾക്ക് മുമ്പ് വെറും ഒരു 150 രൂപയും കൊണ്ട് ബാംഗ്ലൂർ നഗരത്തിലേക്ക് യാത്ര തിരിക്കുമ്പോൾ താങ്കൾ കരുതിയിരുന്നു ഇതുപോലൊരു സ്ഥാപനം നടത്താൻ കഴിയുമെന്നും കുറച്ചു പേർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുമെന്നും വിചാരിച്ചു? ഇല്ല, തീർച്ചയായിട്ടും ഒരിക്കലും. ഒരു ജോലി എന്നൊരു സ്വപ്നം മാത്രമല്ല, അല്ല, ഞാൻ എൻ്റെ ജീവിതം തന്നെ ഞാൻ പഠിച്ചു ഇവിടെ വന്നാൽ. അത് ഇപ്പോൾ ഇതേ സിറ്റുവേഷനിൽ നമ്മൾ നാട്ടിലാണെങ്കിൽ നമുക്കിതൊന്നും അറിവുണ്ടായിരുന്നില്ല. പിള്ളേരെ കേരളത്തിൽ നിന്ന് പുറത്ത് വന്നതുകൊണ്ടാണ് ജീവിതം പഠിച്ചത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സമൂഹത്തിൽ നമ്മൾ എങ്ങനെ ഇടപഴകണം എന്ന് വരെ മനസ്സിലാക്കിയതിൻ്റെ പ്രധാന കാരണം കേരളത്തിൽ നിന്ന് പുറത്ത് വന്നതുകൊണ്ടാണ്. നമുക്ക് സമൂഹത്തിനോടുള്ള ഒരു കടപ്പാട്, സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയും എത്രത്തോളമാണ്. കാര്യം നമുക്ക് കാരുണ്യം അർഹിക്കുന്ന നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന സഹജീവികൾ, അതേമാതിരി എൻ്റെ അടുത്ത് ജോലി ചെയ്യുന്ന ആർക്കും എന്നിലുള്ള അറിവ് ഞാൻ പകർന്നു കൊടുക്കും. അത് അവർക്ക് സ്വീകരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അതല്ലെങ്കിൽ വേണ്ട. ഇപ്പോൾ വരുന്ന പണിക്കാർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പോൾ എൻ്റെ കൂടെ ഈ ജോലി ചെയ്യുന്ന ഈ പിള്ളേരും അങ്ങനെ തന്നെയായിരുന്നു. ആർക്കും പഠിക്കുന്നത് താല്പര്യമില്ല. വരുന്നവർക്ക് കാശ് വേണം, അത്രേ. ജോലിയേക്കാൾ ആദ്യം അവർക്ക് വേണ്ടത് ക്യാഷാണ്. പക്ഷേ ജോലി ചെയ്യാൻ അവർക്ക് ശരീരം അനങ്ങാൻ പറ്റില്ല, കാശ് കൂടുതൽ. ആദ്യകാലത്ത് 34 വർഷങ്ങൾക്ക് മുമ്പ് താങ്കൾ ഒരു ജോലി അന്വേഷിച്ചു പോയപ്പോൾ അങ്ങനെയല്ല. കാരണം ആദ്യം ജോലിയാണ് നമുക്ക്. ആ ജോലി ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് അതിന് തക്കതായ പ്രതിഫലം നമ്മൾ ചോദിച്ചു വാങ്ങിക്കുക. ഏതൊരു വ്യവസായത്തിൻ്റെയും വിജയത്തിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ സപ്പോർട്ടാണ്. താങ്കളൊരു ബിസിനസ് രംഗത്ത് നിൽക്കുന്ന ഒരാൾ എന്ന നിലയിൽ താങ്കളുടെ കുടുംബത്തിൻ്റെ സപ്പോർട്ട് എത്രത്തോളമാണ്? അത് ആദ്യം എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റിലേ മാനുഫാക്ചറിങ് ചെയ്യേണ്ടായിരുന്നു, ഇലക്ട്രോ മാഗ്നറ്റിക് റിലേ. ഇതെല്ലാം മാനുഫാക്ചറിങ് ചെയ്യുന്ന ടൈമിൽ അത് ഞാൻ ആരുടെ കയ്യിൽ നിന്നും ഒന്നും തന്നെ വാങ്ങിക്കില്ല. എല്ലാ ടൂളും ഞാൻ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് പ്രൊഡക്ഷൻ അടിച്ച് ഞാൻ തന്നെ കോമ്പണൻ്റ് മാനുഫാക്ചറിങ് ചെയ്ത് ഞാൻ വീട്ടിൽ കൊണ്ടുവരും. വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാനും എൻ്റെ ഭാര്യയും മകളും എല്ലാം ചേർന്ന് വീട്ടിൽ അസംബ്ലി ചെയ്യും. ഒരേ ഒരു മകളാണ്? ഒരേ ഒരു മകൾ. പേര് ഷാമില്. ഒരു വലിയ സപ്പോർട്ട് തന്നെയായിരുന്നു. അതെ, ഭാര്യയും അസംബ്ലി എല്ലാം ചെയ്യും. പിന്നെ ഫൈനൽ കാലിബ്രേഷൻ ഞാനെല്ലാം ചെയ്ത് ഇവിടെ നിന്ന് ഫുള്ള് പാർസൽ ചെയ്ത് പ്രൈവറ്റ് ബസ്സിൽ നാട്ടിലേക്ക് സെയിലിന് വേണ്ടി നാട്ടിലേക്ക് കൊടുത്തു. നാട്ടിൽ ഒരു പാർട്ടി ഉണ്ടായിരുന്നു, അവിടെ ഡിസ്ട്രിബ്യൂട്ടിങ് ചെയ്യാം. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, ഇവിടേക്ക് കൊടുങ്ങല്ലൂർ, എറണാകുളം, ഇവിടേക്കൊക്കെ കൊടുത്തായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ബാംഗ്ലൂർ നഗരത്തിൽ വന്നപ്പോൾ ശരിക്കും പട്ടിണി കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ട്, ബസ് സ്റ്റാൻഡിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ട്, റെയിൽവേ സ്റ്റേഷനിൽ ഒട്ടനവധി പ്രയാസങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ച ഒരാൾ. ഇത്രയല്ലേ ഞാൻ അനുഭവിച്ചെങ്കിലും കൂടെ ഇന്നേ വരെ ഒരു സിംഗിൾ പൈസ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല. നമ്മൾ അധ്വാനിച്ച പൈസ നമ്മൾ മാക്സിമം അതിനു വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്. ആ പൈസയ്ക്ക് മൂല്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്ന് നമുക്ക് ഇതേവരെ അങ്ങനെ ഒന്നും. പിന്നെ ഇന്നേ വരെ ജീവിച്ചിടത്തോളം നമുക്ക് അന്നത്തിനും ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സന്തോഷങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ഒരു വലിയൊരു യാത്രയാണ്. ഇതിൽ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ SR ബാലകൃഷ്ണൻ എന്ന വ്യക്തിക്ക് ഇപ്പോൾ എന്തു തോന്നുന്നു? ഇപ്പോൾ എനിക്ക് സന്തോഷമാണ്. ഒരു പക്ഷേ തുടക്കമൊക്കെ നമ്മൾ വേദനിച്ചതിൻ്റെ ഫലം നമുക്ക് കിട്ടി. എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തർക്കേടില്ല, ഒരു വീട് വയ്ക്കുക, വാടകയിൽ നിന്ന് അവോയ്ഡ് ആവുക. അത് സാധിച്ചു. എന്നായിരുന്നു ആ വീട്? 2000 ആഗസ്റ്റ് 22-നാണ് വീട് പണി കഴിപ്പിച്ചത്. ഒരു യാദർച്ഛികമായി ഒരു ആഗസ്റ്റ് മാസത്തിലാണ് എൻ്റെ എല്ലാ ഇതും ആഗസ്റ്റിൽ തന്നെ സംഭവിച്ചിരിക്കുന്നത്. ആഗസ്റ്റ് മാസം ബാംഗ്ലൂർ നഗരത്തിൽ വന്നിറങ്ങുന്നു. ആഗസ്റ്റ് മാസത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കിട്ടിയിരിക്കുന്നത്. അതെ, എല്ലാം നമുക്ക് സന്തോഷം കിട്ടുന്നതൊക്കെ ആഗസ്റ്റിലാണ്. പിന്നെ ആഗസ്റ്റിന്റെ പ്രത്യേകത വേറെ എന്തൊക്കെയാണ്?
ആഗസ്റ്റിൻ്റെ പ്രത്യേകം, ഞാൻ ജനിച്ചത് ആഗസ്റ്റിലാണ്. വളരെ സന്തോഷത്തോടുള്ള ഒരു ജീവിതം തന്നെയാണ് ഇപ്പോൾ. അതെ. ഈ വിജയത്തിൻ്റെ പിന്നിലെ രഹസ്യം എന്താണ്? അധ്വാനം തന്നെ, കഠിനാധ്വാനം. അതന്നെ, കഠിനാധ്വാനം തന്നെയാണ്. വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത ഒരു ലളിതമായ ജീവിതശൈലിയാണ് താങ്കൾ. അതെ. പിന്നെ താൽക്കാലികത്തിന് വേണ്ടി മാത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി നമ്മൾ ചെയ്യാറില്ല. ഇനിയുള്ള ആഗ്രഹം എന്താണ്? ഇനിയുള്ള ആഗ്രഹം മകളുടെ കല്യാണം തരക്കേടില്ലാത്ത രീതിയിൽ ലളിതമായ ചടങ്ങിൽ കഴിച്ച് ആരുടെ കയ്യിലെങ്കിലും ഏൽപ്പിക്കുക, ഒരു നല്ലൊരു വ്യക്തിയുടെ അടുത്ത്. ഈ കമ്പനിയെ കഴിയുന്നിടത്തോളം കാലം നന്നായിട്ട് കൊണ്ടുപോവുക, അതാണ് ഇനിയുള്ള സ്വപ്നം. എല്ലാവിധ അനുഗ്രഹങ്ങളും സർവേശ്വരനിൽ നിന്ന് കിട്ടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു.